വെൽക്കം ടു ദി വിന്യാസ് അക്കാഡമി. ഇന്ന് നമ്മൾ ക്ലാസ്സിലെടുക്കുന്നത് 19th യൂണിറ്റായ റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് നാഷണൽ ഫൈറ്റ് എഗൻസ്റ്റ് ഡ്രങ്ക് അബ്യൂസ് ആൻഡ് ഇലറ്റ് ട്രാഫിക്കിംഗ് എന്ന ലെസനാണ്. ഈ പാഠം ലോകം ഒന്നടങ്കം നേരിടുന്ന ഏറ്റവും ഗുരുതരമായ സാമൂഹിക ആരോഗ്യ പ്രശ്നങ്ങളിലൊന്നായ മയക്കുമരുന്നിനെ കുറിച്ചും അതിനെതിരായ പോരാട്ടത്തെക്കുറിച്ചുള്ള വിശദമായ വിശദീകരണമാണ്. ജൂൺ 26 അന്താരാഷ്ട്ര മയക്കുമരുന്ന് ദുരുപയോഗത്തിനും നിയമവിരുദ്ധ കടത്തിനുമെതിരായ ദിനം. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ നൽകുന്ന സന്ദേശത്തോടെയാണ് പ്രധാന ആശയം. നിങ്ങളുടെ ജീവിതത്തെ വിലമതിക്കുക, വാല്യൂ യുവർ സെൽഫ്, ആരോഗ്യകരമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുക, മേക്ക് ഹെൽത്തി ചോയ്സ്, മയക്കുമരുന്ന് അടിമപ്പെടുത്തത് ഒഴിവാക്കുക, അവോയ്ഡ് അഡിക്ഷൻ. ഇതിനായി സ്പോർട്സ്, ടീം വർക്ക്, അച്ചടക്കം പോലുള്ള പോസിറ്റീവ് ജീവിതശൈലി സ്വീകരിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു. മയക്കുമരുന്നിൽ നിന്ന് മുക്തി നേടിയവരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. അതായത് ഇതുവരെ മയക്കുമരുന്നിന് അടിമപ്പെടാത്ത പക്ഷേ പ്രലോഭത്തിന് ഇരയാകാൻ സാധ്യതയുള്ള ചെറുപ്പക്കാർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. പാഠത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: മയക്കുമരുന്ന് ആസക്തി ഒരു രോഗമാണ്, പക്ഷെ അത് ചികിത്സിച്ച് മാറ്റുന്നതാണ്. ഇതൊരു ബലഹീനത അല്ല, മറിച്ച് ശരിയായ ചികിത്സ ആവശ്യമുള്ള ഒരു ഡിസോർഡറാണ്. പ്രധാന ചികിത്സാ രീതികൾ: കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി, കുടുംബ തെറാപ്പി, സ്പോർട്സ് ഗ്രൂപ്പുകൾ, മരുന്ന് ചികിത്സ. പ്രധാന കണ്ടെത്തൽ: ദീർഘകാല ചികിത്സയാണ് കൂടുതൽ ഫലപ്രദം. ചികിത്സയുടെ ലക്ഷണങ്ങൾ: ആത്യന്തിക ലക്ഷ്യം, അൾട്ടിമേറ്റ് ഗോൾ, ശാശ്വതമായി മയക്കുമരുന്ന് നിർത്തുക. ഉടനടിയുള്ള ലക്ഷ്യങ്ങൾ, അതായത് ഒറ്റയടിക്ക് പൂർണ്ണമായി നിർത്താൻ കഴിയില്ലെങ്കിലും ഘട്ടം ഘട്ടമായി ആരോഗ്യത്തിലേക്ക് സാധാരണ ജീവിതത്തിലേക്കും തിരികെ കൊണ്ടുവരികയാണ് ലക്ഷ്യം. പാഠം നമ്മെ പഠിപ്പിക്കുന്നത് മയക്കുമരുന്നിനെതിരായ പോരാട്ടം ഒരു വ്യക്തിയോടെയോ ഒരു രാജ്യത്തിൻ്റെയോ മാത്രം പ്രശ്നമല്ല, ഇതൊരു ആഗോള പ്രശ്നമാണ്. അതിനാൽ അതിനെ നേരിടാൻ 4 കാര്യങ്ങൾ അത്യാവശ്യമാണ്: അവയർനെസ്, അവബോധം, ട്രീറ്റ്മെൻറ്റ് ചികിത്സ, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ആരോഗ്യകരമായ ജീവിതശൈലി. ഇതെല്ലാം കൂടി ചേർന്നാൽ മാത്രമേ മയക്കുമരുന്ന് രഹിത സമൂഹം, ഡ്രങ്ക് ഫ്രീ സൊസൈറ്റി സൃഷ്ടിക്കാൻ കഴിയൂ. ചുരുക്കത്തിൽ, മയക്കുമരുന്ന് ഒരു രോഗമാണ്. അതിന് വെറുക്കുന്നതിന് പകരം ആസക്തരായവരെ ചികിത്സിച്ച് സമൂഹത്തിലേക്ക് തിരികെ കൊണ്ടുവരണം. അതേസമയം പുതിയവർ അതിനെ നിന്ന് അകന്നു നിൽക്കാൻ അവബോധം നൽകണം. Say no to drugs, yes to life. Thank you all.